ഞാൻ തുടക്കത്തിൽ എന്റെ ഇന്നത്തെ ദിവസത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മണ്ണിൽ ജീവിക്കുന്ന മണ്ണല്ലോ, അത് ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. തുറാബ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തുറാബ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തുറാബ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഇത് വളർന്നു വരുന്നത്. അതാണ് ആദ്യ ദശ. പിന്നെ തീന്, പിന്നെ പയർ. ആദ്യം തുറാബിൽ നിന്നാണ് ആദ്യം പടക്കുന്നത്, പിന്നെ തീനിൽ നിന്ന്. നിലവിലുള്ള പരിഭാഷയിൽ രണ്ടും മണ്ണെന്നെ, തുറാബും മണ്ണെന്നെ, തീനും മണ്ണെന്നെ. അപ്പൊ എന്താ വ്യത്യാസം? അത് അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് രണ്ട് വാക്ക് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ, തുറാബ് പറഞ്ഞാൽ പോരെ, പിന്നെ തീനും പറയണം. ഇതെന്താണ് നമ്മക്കറിയില്ല. എന്നാ നമ്മക്കറിയാം. തുറാബ് എന്ന് പറഞ്ഞാൽ ചെറുതിയത്ത്, അവനെ ചെറുതിയത്ത് തുറാബ്, അവന് വളർച്ചയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ തീന്, അവന്റെ ഉള്ളിൽ ചുരുണ്ടു കിടക്കുന്ന ബുദ്ധിയെയും ചിന്തയെയും റൂഹിനെയും വളർത്തുകയാണ്, അത് രണ്ടാമത്തെ ദശ. അതാണ് തീന്. കൊയ്യ് നൂന്, കൊയ്യ് എന്ന് പറഞ്ഞാൽ ചുരുട്ടുകയാണ്. വാഴിയാളെന്ന് പറഞ്ഞാൽ ചുരുട്ടുക. എന്തിനെയാണ് ചുരുട്ടി വെച്ചിട്ടുള്ളത് അവന്റെ ഉള്ളില്? നൂനിനെ. നൂൻ എന്താണ്? സാഹിബ് നൂൻ ആരാണ്? മൂസ. മനുഷ്യന്റെ ബുദ്ധിയെയും യൂനുസ് എന്ന് പറഞ്ഞോളിരുന്നാലും കുഴപ്പമില്ല. നൂനിന്റെ ആളാരാ? ഞാനിപ്പോ 1ാം ക്ലാസ്സിന് പഠിപ്പിക്കേണ്ടത്. നൂനിന്റെ ആള് മൂസയാണ് അല്ലെങ്കിൽ യൂനുസാണ്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരാൾ തന്നെ. മുഗാളിബൻ, നൂനിന്റെ ആള് ദേഷ്യം വന്നുപോയി, ദേഷ്യപ്പെട്ടു പോയ നൂനിന്റെ ആള് മൂസയാണ്. സത്യത്തിൽ മൂസയുടെ തന്നെ വേറൊരു അവസ്ഥയാണ് യൂനുസ്. അത് പോട്ടെ, രണ്ടായാലും ഒന്നെന്നെയാണ്. അപ്പൊ ന്യൂന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ബുദ്ധി, ആ ബുദ്ധിയും ചിന്തയും ചുരുട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് പിന്നെ അവനെ പടക്കുന്നത്. അപ്പൊ ആദ്യം വിത്തിടുക, അവിടുന്ന് മുളച്ചു വന്നു, പിന്നീട് അതിലെ വിരിഞ്ഞ് അതിൽ എന്തൊക്കെയാണോ അതിന്റെ ഉള്ളിലുള്ളത് അത് വിടർന്നു വരുന്നു. അതാണ് വല്ലാഹു അമ്പത്തക്കും മിനൽ-അർളി നബാത്ത, അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ചെടിയായി മുളപ്പിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും ചെടിയാണോ? വല്ലാഹു അമ്പത്തക്കും മിനൽ-അർളി നബാത്ത, ഞാൻ പറഞ്ഞതല്ല. വല്ലാഹു അമ്പത്തക്കും മിനൽ-അർളി നബാത്ത, അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ചെടിയായി മുളപ്പിച്ചു, പിന്നീട് അത് വൃക്ഷമായി, അത് പടർന്നു പന്തലിച്ച് ലോകത്തിന് കായ്ക്കനികളും ഫലങ്ങളും ഒക്കെ നൽകുന്ന ശജറത്തുൻ ത്വയ്യിബത്ത്, നല്ല വൃക്ഷമായി ഒരു മനുഷ്യൻ മാറുന്നു. എന്താ നോക്കിയും വർണ്ണന? ഇതിലും നല്ല വർണ്ണന എങ്ങനെ ഈ ഒരു മനുഷ്യനെ അള്ളാഹു വർണ്ണിക്കേണ്ടത്? അതാണ് തുറാബിൽ നിന്ന് മുളച്ചു വന്നി അവന്റെ ആ വിത്തിന്റെ ഉള്ളിൽ എന്താണോ മൂടിക്കിടക്കുന്നത് ആ നൂനിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ഷജറത്താക്കി. അള്ളാഹു പറഞ്ഞു കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ ഫിൽ അർളി വഫറുഹാ ഫിസ്സമാ, ഭൂമിയിൽ വേരുറച്ച ആകാശത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു നല്ല വൃക്ഷമായി ഈ മനുഷ്യൻ മാറുകയാണ്. സദാ അതിന്റെ കായ്ക്കനികൾ ലോകത്തിന് നൽകിക്കൊണ്ടേയിരിക്കും, സദാ നൽകിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് എന്താ ഒരു വൃക്ഷത്തോട്. ഇയാള് സയ്യിദ് ഖുത്ബ് ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, നീ ഒരു വൃക്ഷത്തെ പോലെയാവുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ വൃക്ഷത്തെ ആളുകൾ കല്ലെടുത്തെറിയുന്നു, പക്ഷേ ആ വൃക്ഷം ലോകത്തിന് ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നീ ഒരു വൃക്ഷത്തെ പോലെയാവുക എന്ന് ജലാലുദ്ദീൻ റൂമി പറഞ്ഞു. അദ്ദേഹം ഒന്നുകൂടി കടന്നു വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തണലും ഫലങ്ങളും അതിന്റെ മരവും അതിന്റെ ഇലയും എല്ലാം നൽകി സംരക്ഷണം നൽകി അതിന്റെ ചുവട്ടിൽ തണലും നിനക്ക് നൽകുന്നു, ഒന്നും തിരിച്ചു വാങ്ങലില്ല. അങ്ങനത്തെ ഒരു വൃക്ഷമായി നീ മാറുക എന്ന് റൂമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു. അതാണ് അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമായി തൂതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, സദാ അതിന്റെ ഫലങ്ങൾ സജീവമായി നൽകിക്കൊണ്ടിരിക്കും, ഒന്നും തിരിച്ചു വാങ്ങലില്ല. വൃക്ഷം കല്ലെടുത്തെറിഞ്ഞാലും തിരിച്ച് കല്ലെടുത്തെറിയല്ല ചെയ്യാം, ഫലം വിട്ടുകൊടുക്കുക ചെയ്യാം. അത്ര നല്ല ഗുണം എങ്ങനെ നീ ഖുർആൻ ഇതിലും കൂടുതൽ നീ എങ്ങനെ ഖുർആൻ പറയാം? എന്തുകൊണ്ട് നമുക്ക് ഈ ഖുർആൻ എടുത്തുകൂടാ? നിങ്ങൾ അവരെ കല്ലെടുത്തെറിയും, തിരിച്ച് കല്ലെടുത്തെറിയാനൊക്കെ എല്ലാം മരം ചെയ്യുന്നത്. മറിച്ച് എന്താണ്, നീ എന്നെ കല്ലെടുത്തറിഞ്ഞാലേ ഒരു മാങ്ങ പിടിച്ചോ തിന്നോ നീ. ഇതാണ് ആ വൃക്ഷം